ഇന്ന് ഞാൻ വരുമ്പോൾ കേട്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറാനിന് വേണ്ടിയോ യുദ്ധത്തിന്റെ എതിരെയോ എന്തോ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അത് വെൽക്കമാണ്. നമ്മൾ ആർക്കും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇത് യുദ്ധത്തിന്റെ കാലമല്ല, വികസനത്തിന്റെ കാലമാണ്. യുദ്ധം ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്യണം. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെയും BJP NDAന്റെ ഒരു എസ്റ്റാബ്ലിഷ് പൊസിഷനാണ്. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഇറാൻ എന്തുകൊണ്ട് പറയുന്നു? നിങ്ങളുടെ പ്രീണ രാഷ്ട്രമാണോ? എന്തുകൊണ്ട് നമ്മളെ മലയാളികൾ താമസിക്കുന്ന GCC രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല? ഇറാന്റെ ഈ അറ്റാക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ചെയ്യണം. കാരണം മലയാളികൾ താമസിക്കുന്നത് ബഹ്റൈനിലും കുവൈറ്റിലും സൗദി അറേബ്യയിലും UAEയിലും ആണ്. അപ്പോ യുദ്ധം വേണ്ട എന്ന് പറയുമ്പോൾ ഇറാനോടും പറയണം. ഞാനിപ്പോ ഇറാന്റെ എതിരെയാണെന്നും ഞങ്ങളുടെ പൊസിഷൻ അതല്ല. ഞങ്ങളുടെ സർക്കാരാണ് ഇറാന്റെ ആ ഷിപ്പിനെ സംരക്ഷിക്കാൻ കൊച്ചിയിൽ അനുവാദം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പീഡന രാഷ്ട്രം നിങ്ങളെ അന്ധന്മാരാക്കരുത്. ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞത്, 30 ദിവസം കൊണ്ട് ഇലക്ഷന് ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടി 10 കൊല്ലം ഭരിച്ച നാടാണ് കേരളം. ഇറാന്റെ ജനങ്ങളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തത്. മലയാളികളാണ് കൊടുത്തത് മാൻഡേറ്റ്. ഇവിടുത്തെ മലയാളികളാണ് മാൻഡേറ്റ് കൊടുത്തത്, വിശ്വസിച്ചു, അവസരം കൊടുത്തു. അപ്പോൾ ഇനി ഇപ്പൊ ഇലക്ഷന്റെ 10 ദിവസം 20 ദിവസം 30 ദിവസം മുമ്പ് നിങ്ങൾ ഈ 10 കൊല്ലത്തിൽ എന്ത് ചെയ്തു നാടിന് വേണ്ടി, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, അതൊന്ന് പറയാൻ തുടങ്ങും. ഇത് വെറുതെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇറാന്, ഗാസ, സിറിയ, ലണ്ടൻ, ടോക്കിയോ, ചൈന, ബെയ്ജിംഗ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏറെ ബഹുമാനത്തോടും അദ്ദേഹത്തോടും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 10 കൊല്ലം 22 ലക്ഷം കോടി ചെലവാക്കി ഈ സർക്കാർ, നിങ്ങൾ നയിച്ച ഒരു സർക്കാരാണ്. എന്തെല്ലാം ചെയ്തു അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തുണ്ടാവണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥന ചെയ്യുന്നു, നിങ്ങൾ വന്ന് ചർച്ച ചെയ്യൂ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. മൂന്നാമത്തേത്, ഞാനൊരു ചെറിയൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടു. അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി മിന്നാന്ന് പറഞ്ഞു CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാരണ ഉണ്ടെന്ന്. രാഹുൽ ഗാന്ധിന്റെ ഒരു പ്രചരണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണെങ്കിലും ഇപ്പോൾ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ അറിയാം, ഈ നാട്ടിൽ അണ്ടർസ്റ്റാൻഡിങ് ആര് തമ്മിലാണ്? CPM കോൺഗ്രസ് തമ്മിലാണ്. CPM കോൺഗ്രസ് തമ്മിൽ ആദ്യവും അന്തർധാരണ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഇന്നൊരു പോസ്റ്റ് കണ്ടു. ഇന്നിപ്പോ ഞാൻ ഇവിടെ വരുമ്പോൾ സന്ദീപ് പറഞ്ഞു അത് ഫേക്ക് ആയിരിക്കും. പക്ഷെ ആണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് K മുരളീധരന്റെ ഒരു പേരിലൊരു പോസ്റ്റ് ഞാൻ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് BJP-നെ തോൽപ്പിക്കും എന്നൊരു ആശയം, ഒരു ഫീലിംഗ്. അത് അങ്ങനെ ആണെങ്കിൽ, അത് സത്യമാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, അത് ഫോൾസ് ആണോ ഫേക്ക് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആലോചനയും ചിന്തയും CPM കോൺഗ്രസിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഈ ഇലക്ഷനിൽ എന്ത് കസറത്ത് CPM-ഉം കോൺഗ്രസ് ചെയ്താലും, എന്ത് പൊളിറ്റിക്കൽ തന്ത്രം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും, ജനങ്ങൾ തീരുമാനിക്കും അവരുടെ ഭാവി ഈ രണ്ട് പാർട്ടിന്റെ കയ്യിൽ കൊടുക്കണോ, ഒരു പുതിയ മാറ്റം വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു. അത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ആലോചിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു വെല്ലുവിളി കൊടുക്കുകയാണ് നിങ്ങൾ. ഈ വിലക്കയറ്റം, ഈ തൊഴിലില്ലായ്മ, ഈ അഴിമതി, ഈ ശബരിമല കൊള്ള തുടരും എന്ന് പറയുന്ന LDF-ഉം UDF-ന് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങള് അവരെ പുറത്താക്കും. ഒരു രാഷ്ട്രീയ മാറ്റം വേണം, രാഷ്ട്രീയത്തിലൊരു മാറ്റം വേണം, രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം വേണം.
എന്നാണ് ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ ആഗ്രഹം. ഇത് മാത്രമാണ് 3 പോയിന്റ് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം.